ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശ്രീ ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിൽ ലോകജീവിതത്തെ താമരയിലയിലെ ജലബിന്ദുവായാണ് വർണ്ണിക്കുന്നത്. സ്വയം ഉരുണ്ടുകൂടി കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്ന ജലകണിക. ഇലയിൽ നിന്ന് വഴുതി വീഴുന്നതോടെ രൂപം നഷ്ടപ്പെട്ട് ജലാശയത്തിലെ ജലത്തിൽ ലയിച്ചു ചേരുന്നു. കണികകളായി പിരിഞ്ഞ് തടാകത്തിൽ അപ്രത്യക്ഷമാകുന്ന ആ വെള്ളത്തിന്റെ തുള്ളി അല്പവും നശിക്കുന്നില്ല. എന്നാൽ അത് അതേപടി അവശേഷിക്കുന്നുമില്ല. വേദാന്ത ശാസ്ത്രത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഒന്നൊന്നായി പാരായണം ചെയ്ത് ശീലിക്കുക. ഏതായാലും ഇന്നത്തെ സന്ധ്യാനാമത്തിന് സമയമായി കേൾക്കാം. ഓംകാരരൂപ ശരണാശ്രയ സർവസൂനോ ശൃംഗാരവേല സകലേശ്വര ദീനബന്ധോ സന്താപനാശന സനാതന ശക്തിഹസ്ത ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. പഞ്ചാദ്രിവാസ സഹജ സുരസൈന്യനാഥ പഞ്ചാമൃതപ്രിയ ഗുഹസകലാധിവാസ ഖണ്ഡേന്ദുമൗലിതനയ മയിൽവാഹനസ്ഥ ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. ആപദ്വിനാശക കുമാരക ചാരുമൂർത്തേ താപത്രയാന്തക ദയാപര താരകാരേ ആർത്താഭയപ്രദ ഗുണത്രയ ഭവ്യരാശേ ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. വല്ലീപതേ സുഹൃദദായക പുണ്യമൂർത്തേ സ്വർലോകനാഥ പരിസേവിത ശംഭുസൂനോ ത്രൈലോക്യനായക ഷഡാനന പൂതപാദ ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. ജ്ഞാനസ്വരൂപ സകലാത്മക വേദവേദ്യ ജ്ഞാനപ്രിയാഖില ദുരന്ത മഹാവനാഗ്നേ ദീനാവന പ്രിയ നിരാമയ ദാനസിന്ധോ ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. ഓംകാരരൂപ ശരണാശ്രയ സർവസൂനോ ശൃംഗാരവേല സകലേശ്വര ദീനബന്ധോ സന്താപനാശന സനാതന ശക്തിഹസ്ത ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. പഞ്ചാദ്രിവാസ സഹജ സുരസൈന്യനാഥ പഞ്ചാമൃതപ്രിയ ഗുഹസകലാധിവാസ ഖണ്ഡേന്ദുമൗലിതനയ മയിൽവാഹനസ്ഥ ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം.
आपद्विनाशक कुमारक चारुमूर्ते तापत्रयान्तक दयापर तारकारे आर्ताभयप्रद गुणत्रय भव्यराशे श्रीकार्तिकेय मम देहि करावलम्बम् वल्लीपते सुहृददायक पुण्यमूर्ते स्वर्लोकनाथ परिसेवित शम्भुसूनो त्रैलोक्यनायक षडानन पूदपाद श्रीकार्तिकेय मम देहि करावलम्बम् ज्ञानस्वरूप सकलात्मक वेदवेद्य ज्ञानप्रियाखिल दुरन्द महावनाग्ने दीनावन प्रिय निरामय दानसिन्धो श्रीकार्तिकेय मम देहि करावलम्बम् इति श्रीकार्तिकेय करावलम्ब पञ्चकं सम्पूर्णम्. വേദങ്ങൾ പകുക്കുകയും പുരാണങ്ങൾ എഴുതുകയും ചെയ്ത മഹാപുരുഷനാണ് വേദവ്യാസൻ. വ്യാസന്റെ പുത്രന്മാരെ കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വേദവ്യാസ മഹർഷിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രപരമ്പരയെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് വേണം ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് വേദവ്യാസൻ്റെ പ്രശസ്തരായിട്ടുള്ള പുത്രന്മാരെ കുറിച്ചാണ്. അതിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആ കഥയാണ് സത്യത്തിൽ മഹാഭാരത കഥയുടെ തുടക്കമായിട്ട് പലപ്പോഴും പറഞ്ഞു പോരാറുള്ളത്. അംബിക, അംബാലിക തുടങ്ങിയിട്ടുള്ള 3 പെൺകുട്ടികളുടെ കഥയിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടുവന്ന ഭീഷ്മർ, അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നാണ് മഹാഭാരതം എന്ന് വിളിക്കപ്പെടുന്ന ആ ഇതിഹാസത്തിൻ്റെ പിറവി ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. 2 വംശങ്ങളായി, കൗരവരെന്നും പാണ്ഡവരെന്നും 2 വിഭാഗങ്ങളായി ഈ കുരുവംശം മുഴുവനായിട്ട് ചേരി തിരിഞ്ഞ് മത്സരിക്കുന്നത് അതിൻ്റെ തുടക്കം ആ കഥയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വ്യാസൻ്റെ പുത്രപരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ അംബാലികയിലും അംബികയിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പുത്രന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഈ അധ്യായം ആരംഭിക്കാൻ എന്നാണ് കരുതുന്നത്. വ്യാസമഹർഷിയുടെ അമ്മയായിട്ടുള്ള സത്യവതി വിചിത്രവീര്യൻ്റെ മരണത്തിന് ശേഷം തങ്ങളുടെ ഈ കുലം മുഴുവൻ അന്യാധീനപ്പെട്ടു പോകരുത് എന്നുള്ള ആവശ്യം തൻ്റെ മകനായിട്ടുള്ള വ്യാസനോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അമ്മയുടെ കൽപ്പന പ്രകാരമാണ് ആ രാജ്യത്തെ രാജ്ഞികളായിട്ടുണ്ടായിരുന്ന അംബികയെയും അംബാലികയെയും പ്രാപിച്ചുകൊണ്ട് പുത്രന്മാരെ സൃഷ്ടിക്കാൻ വ്യാസനോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മാതാവായിട്ടുള്ള സത്യവതിയാണ്. അങ്ങനെ വ്യാസൻ അന്തഃപുരത്തിലേക്ക് കയറി ചെല്ലുന്നു. അംബികയുടെ അന്തഃപുരത്തിലേക്കാണ് അദ്ദേഹം ആദ്യം കയറി ചെല്ലുന്നത്. അവിടെ ആ അംബിക ഈ വ്യാസനെ കണ്ട് ഭയപ്പെടുന്നു എന്നാണ്. വ്യാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കറുത്ത നിറത്തോടു കൂടിയ ആളായിരുന്നു, വിരൂപനായിരുന്നു, അദ്ദേഹത്തിന് ദുർഗന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരാളാണല്ലോ എൻ്റെ കിടപ്പറയിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാസമഹർഷിയെ കണ്ട പാടെ തന്നെ കണ്ണുപൊത്തി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ട് ഭയന്ന്, തീക്കട്ട പോലുള്ള കണ്ണുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ട് ഭയന്ന് കണ്ണടച്ച് അദ്ദേഹത്തിൽ നിന്നൊരു പുത്രനെ അംബിക സമ്പാദിച്ചു. ആ കണ്ണടച്ചുകൊണ്ട് ഒരു പുത്രനെ സമ്പാദിച്ചത് കൊണ്ട് അവൾക്ക് കിട്ടിയിട്ടുള്ള പുത്രനും കണ്ണില്ലാത്ത ആളായി മാറി. അദ്ദേഹമാണ് ധൃതരാഷ്ട്രർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ദുര്യോധനാദികളുടെ
അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ ജന്മം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം വ്യാസൻ ചെന്നത് അംബാലികയുടെ അന്തഃപുരത്തിലാണ്. അവിടെ ചെന്നപ്പോൾ വ്യാസനെ കണ്ട് അവർ പേടിച്ച് വിളർന്ന ഒരു മനോഭാവത്തിലൂടെയാണ് അത്ര ഒരു പുത്രനെ സമ്പാദിച്ചത്. അതുകൊണ്ട് തന്നെ വെളുത്ത് വിളറിയ ഒരു മകനെയാണ് പാണ്ഡു എന്ന പേരിൽ അംബാലികയ്ക്ക് ലഭിക്കുന്നത്. പാണ്ഡുവും വ്യാസന്റെ മകനാണ്. ഇങ്ങനെ വ്യാസന്റെ പ്രധാനപ്പെട്ട 2 മക്കളിൽ നിന്നാണ് മഹാഭാരതം തുടങ്ങുന്നത്. സത്യവതി പറയുന്നുണ്ട്, ഈ 2 കുട്ടികളും അംഗവൈകല്യം വന്നു പോയി. ഒരാൾക്ക് അന്ധതയുണ്ട്, ഒരാൾക്ക് വിളർച്ചയുണ്ട്. നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു കുട്ടിയെ അംബികയിൽ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആജ്ഞ വ്യാസന് സത്യവതി നൽകുന്നു. വീണ്ടും തൻ്റെ അന്തഃപുരത്തിലേക്ക് വ്യാസൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അംബിക അവിടെ ഉണ്ടായിരുന്ന അവരുടെ തോഴിയോട് താനാണ് എന്ന വ്യാജേനെ ആ കിടപ്പറയിൽ ശയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു ദാസി പരിപൂർണ ഭക്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി വ്യാസമഹർഷിയെ പരിപാലിച്ചതുകൊണ്ട് ആ ദാസിയിൽ വ്യാസന് ജനിച്ചിട്ടുള്ള അത്യുത്തമനായിട്ടുള്ള പുത്രനാണ് സാക്ഷാൽ വിതുരർ. ദാസീപുത്രനാണെങ്കിലും അദ്ദേഹം വ്യാസന്റെ മകനാണ്. ഇപ്പം ധൃതരാഷ്ട്രരാണെങ്കിലും പാണ്ഡു ആണെങ്കിലും വിതുരരാണെങ്കിലും വ്യാസന്റെ മക്കളാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അവരിൽ നിന്നാണ് മഹാഭാരതത്തിൻ്റെ തുടക്കം സംഭവിക്കുന്നത്. പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവരായും ധൃതരാഷ്ട്രയുടെ മക്കൾ കൗരവരായും 2 ചേരിയായി തിരിഞ്ഞ് യുദ്ധത്തിലേക്ക് വഴിവെച്ചതൊക്കെ പിന്നീടുള്ള സംഭവ വികാസങ്ങളാണ്. എന്തു തന്നെയായാലും ഒരാളുടെ കഥ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഉപസംഹരിക്കാം. അത് വ്യാസന്റെ മകനായിട്ടുള്ള ഏറെ പ്രശസ്തനായിട്ടുള്ളൊരു മഹാത്മാവിനെ കുറിച്ചാണ്. വലിയ കാലത്ത് തപസ്സിന് ശേഷം സരസ്വതി നദിയുടെ തീരത്ത് വന്ന അദ്ദേഹം കണ്ടത് ഒരു അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതാണ്. അതിൻ്റെ അച്ഛനായിട്ടുള്ള കിളി അതിനെ പരിപാലിക്കുന്നതാണ്. അങ്ങനെ ആ കിളികളുടെ സ്നേഹബന്ധം കണ്ടപ്പോൾ വ്യാസമഹർഷിക്ക് തോന്നി തനിക്കും ഒരു പുത്രൻ വേണം. അങ്ങനെ അദ്ദേഹം ദേവിയെ പ്രാർത്ഥിച്ച് നല്ലൊരു പുത്രനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തുടങ്ങി. ആ തപസ് ഇളക്കാനായിട്ട് ദേവന്മാർ ഗ്രതാചി എന്ന് പറയുന്ന ഒരു അപ്സരസിനെ ഒരു തത്തയുടെ രൂപത്തിൽ വ്യാസന്റെ മുന്നിലേക്ക് അയച്ചു എന്നാണ്. ഈ തത്ത വ്യാസമഹർഷിയുടെ മുന്നിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം അരണി കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഗ്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തത്തയിൽ അദ്ദേഹത്തിന് അത്യധികം അനുരാഗം ഉണ്ടാവുകയും തത്തയെ കണ്ട് മോഹിക്കുകയും അങ്ങനെ തത്തയെ കണ്ട് മോഹിച്ച് അരണി കടഞ്ഞ സമയത്ത് ആ അരണിയിൽ നിന്ന് തത്തയുടെ മുഖത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ തത്തയെപ്പോലെ കഴിവും അതുപോലെ തന്നെ ഭാഷാശേഷിയുമുള്ള ഒരു കുഞ്ഞ് ജനിച്ചു എന്നാണ്. അതുകൊണ്ട് ഒരു ശുഗത്തെ മോഹിച്ചുണ്ടായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് അതിനെ ശ്രീ ശുഗൻ എന്ന പേരോടുകൂടി അദ്ദേഹം അഭിസംബോധന ചെയ്തു. അദ്ദേഹമാണ് ശ്രീമദ് ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ബ്രഹ്മവിത്തായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ വ്യാസന്റെ മകൻ തന്നെയാണ് ശ്രീശുകൻ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാണ്ഡു ആയിക്കോട്ടെ, ധൃതരാഷ്ട്ര ആയിക്കോട്ടെ, വിതുരരായിക്കോട്ടെ, ശ്രീശുക ബ്രഹ്മർഷി ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ വ്യാസന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. വ്യാസനിൽ നിന്നാണ് ഈ ഭാരതത്തിൻ്റെ ഈ വലിയ സംസ്കാരത്തിൻ്റെ തുടക്കമുണ്ടായത് എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ആ വ്യാസമഹർഷിയുടെ പുത്രന്മാരെ കുറിച്ച് കൂടി ഈ അധ്യായത്തിൽ പങ്കുവെക്കാൻ സാധിച്ച സന്തോഷം, ആ അനുഭൂതിയുടെ പുണ്യവും വ്യാസമഹർഷിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ഋതുമതിയാകുന്ന ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ദേവി തൃപ്പൂത്താകുന്നതു മുതൽ 3 ദിവസം പടിഞ്ഞാറേ നട അടയ്ക്കുകയും 4-ാം ദിവസം തൃപ്പൂത്താറാട്ട് നടത്തുകയും ചെയ്യുന്നു. വൈവിധ്യമാർന്ന ഐതിഹ്യങ്ങളുള്ള നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദുർഗാലക്ഷ്മി സരസ്വതി, ദുർഗാലക്ഷ്മി സരസ്വതി. കൊല്ലം ജില്ലയിലെ പൂപ്പട ചിത്രങ്ങളിലെ ഏറ്റവും മനോഹരമായ ഭൂമികകളിലൊന്നാണ് ഉളിയക്കോവിൽ ദേശം. കൊല്ലം നഗരത്തിന്റെ സമീപ പ്രദേശമായ ഉളിയക്കോവിലിന്റെ ഭൂമിശാസ്ത്രവും പുണ്യമാർന്ന കാഴ്ചാനുഭവം തന്നെയാണ് നൽകുന്നത്. ഈ നഗരത്തിനോട് ചേർന്ന് ഇങ്ങനെയൊരു വനം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അത്യപൂർവമായ വൃക്ഷലതാദികൾ ദിവ്യമായ ചാരുതയോടെ നിറഞ്ഞു നിൽക്കുന്നു. വനത്തിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന അപൂർവമായ പൂക്കളിൽ ഉരസി വീഴുന്ന കാറ്റിനു പോലും ഒരു ദൈവിക സുഗന്ധം. ദുർഗാലക്ഷ്മി സരസ്വതി
ആദ്യ ദർശനത്തിൽ തന്നെ തീർത്ഥാടകന്റെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലേക്ക് നയിക്കുവാൻ ഉളിയക്കോവിൽ ക്ഷേത്രാന്തരീക്ഷത്തിനു കഴിയുന്നുവെന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. കാരണം ഇത് വെറുമൊരു വനമല്ല, ദേവീവനമാണിത്. ഇവിടുത്തെ ഓരോ ഇലകളിലും പൂക്കളിലും എന്നു വേണ്ട ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ദേവീ ചൈതന്യമാണ്. സ്വർഗാപവർഗ ഇൻപം തരുവാൾ വനദുർഗാഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്ന ഉളിയക്കോവിൽ ദുർഗാദേവിയുടെ മഹാചൈതന്യ പ്രവാഹത്തിൽ അലിഞ്ഞു ചേർന്ന് നിത്യാനന്ദം ലഭിക്കുവാനുള്ള ഭാഗ്യം നേടിയവരാണ് ഉളിയക്കോവിൽ ദേശവാസികളും ഇവിടെ വന്നു പോകുന്ന മറ്റനേകം തീർത്ഥാടകരും. ശ്രുതി പുകഴ്ന്നവരാത്രിയിൽ ഉള്ളൻപോട് സ്വർഗാപവർഗ ഇൻപം തരുവാൻ ശ്രുതി പുകഴ്ന്നവരാത്രി. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് വിവിധ ദേശങ്ങളിലൂടെ ഒഴുകി പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ആദിപരാശക്തിയിൽ നിന്നും സർവ്വദേവീഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി ദുർഗയായും ലക്ഷ്മിയായും ഭദ്രയായുമൊക്കെ വിവിധ ഭാവങ്ങളിൽ കുടികൊള്ളുന്നുവെന്നേ ഉള്ളൂ. ലക്ഷ്മി സരസ്വതി ഇവിടെ ഉളിയക്കോവിൽ ദേശക്കാർ തങ്ങളുടെ പരദേവതയായ ദുർഗാദേവിക്ക് മുന്നിൽ നിരന്തരം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് ദേവിയുടെ കടാക്ഷഭൂമിയായ ഈ പുണ്യഭൂമിയിലേക്ക് മറ്റനേകം ദേശത്തെ ഭക്തജനങ്ങളും നിരന്തരം ദർശന സൗഭാഗ്യം തേടിയെത്തുന്നതും. മോഹമുതൽ അരുപകൈകളും അഴിയും മോർപ്പിറപ്പുകളിൽ ശൈവിനൈ ഒഴിയും മോഹമുതൽ ദുർഗാദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തജനങ്ങൾ ഉളിയക്കോവിലിന്റെ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയും ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ ഈ ദേശം ജനവാസ കേന്ദ്രമാവുകയും പിൽക്കാലത്ത് ഇന്ന് നാം കാണുന്ന ഉളിയക്കോവിൽ ദുർഗാദേവി ക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പഴമ നിലനിർത്തുന്നതിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെന്നത് മാതൃകാപരമായ മനോഭാവം തന്നെയാണ്. ഇവിടുത്തെ പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്നത് പോലെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ രൂപഭംഗി. ശ്രീകോവിലിന് മുന്നിലെ പന്തലിൽ കെടാവിളക്കും വലിയ നിലവിളക്കുകളും പഴയ നിർമ്മിതിയിലുള്ള മുഖപ്പും തിടപ്പള്ളിയും ശ്രീകോവിലുമെല്ലാം ഓടുമേഞ്ഞവയാണ്. ചതുരശ്രീകോവിലിന് ചുറ്റുവിളക്കുണ്ട്. മേൽക്കൂരയിൽ മധ്യഭാഗം തുറന്നുകിടക്കും വിധമാണ് ശ്രീകോവിലിന്റെ നിർമ്മാണം. വനദുർഗയ്ക്ക് പൂർണ്ണമായും അടച്ചുകെട്ടിയ ശ്രീകോവിൽ പാടില്ലെന്നാണ് താന്ത്രിക വിധി. പ്രകൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കാനാണ് ദേവിക്കിഷ്ടം. ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 1.5 അടിയോളം ഉയരമുണ്ടാകും. ഇടതുമേൽക്കൈയിൽ ചക്രവും കീഴ്ക്കൈയിൽ വരമുദ്രയും വലതുമേൽക്കൈയിൽ ശംഖും കീഴ്ക്കൈയിൽ അഭയമുദ്രയുമായി ശാന്തസ്വരൂപിണിയായി നിൽക്കും വിധത്തിലുള്ള ദേവീ വിഗ്രഹമാണ് ഉളിയക്കോവിലിൽ പ്രഭ ചൊരിയുന്നത്.
കളഭം ചാർത്തിയും തങ്കയങ്കി അണിഞ്ഞും ഭഗവതി നിൽക്കുമ്പോഴുള്ള മനോഹാരിതയും ചൈതന്യവും തേജസ്സും അവർണ്ണനീയമാണ്. ക്ഷേത്രത്തിനു പുറത്തിറങ്ങിയാൽ തെക്കു പടിഞ്ഞാറായി 3 കോവിലുകളാണുള്ളത്. കിഴക്കോട്ടാണ് ദർശനം. ആദ്യത്തേത് ഗണപതിക്കുള്ളതാണ്. അതിനു കിഴക്കുവശത്തെ വലിയ കോവിലിന് 2 വാതിലുകളുണ്ട്. അതിൽ ഇടത് ശിവലിംഗവും വലത് ശാസ്താവുമാണ് പ്രതിഷ്ഠകൾ. തേവാരമൂർത്തികളാണിവ. അതിനു പുറകിലായി ബ്രഹ്മരക്ഷസിന്റെ ചെറിയൊരു ആലയം. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനു പടിഞ്ഞാറ് വടക്കായി സുബ്രഹ്മണ്യൻ, യക്ഷി, യോഗീശ്വരൻ എന്നിവർക്കുള്ള ഓരോ ഉപദേവാലയങ്ങൾ കാണാം. ഇവയ്ക്കു വടക്കുവശത്ത് കാവിനോട് ചേർന്ന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്കുമേ അയുനത്തിനും ഇവരങ്ങാൽ സന്തതികൾക്കും ഭൂമിക്കും ശാരീരക്കും ആളിനും മദ്ദപരിക്കും ദോഷങ്ങൾ ഒഴിയണം, ദുരിതങ്ങൾ തീരേണം, ശത്രുവിൻ്റെ ഹാരി വരുത്തേണം. പാണ്ഡിമലയാളം കാശിരാമേശ്വരം വടക്കി പാണിരിക്കുന്ന നാഗരാജൻ നാഗേക്ഷത്തിന് മുൻപാകെ പാലിക്കുമ്പോൾ ഇതിനഭിമുഖമായി കിഴക്കുള്ള വലിയ ശ്രീകോവിലാണ് മാടൻ തമ്പുരാന്റേത്. മാടൻ തമ്പുരാൻ ശിവന്റെ മൂർത്തിഭാവമെന്നാണ് വിശ്വാസം. ദേവിക്കു കാവലായ മാടൻ തമ്പുരാൻ ഭീമാകാരമായ രൂപത്തിൽ ഗദയുമേന്തി ക്ഷേത്ര പരിസരത്തുകൂടി രാത്രികാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടുതന്നെ വളരെയധികം ശക്തിവിശേഷങ്ങളുള്ള മാടൻ തമ്പുരാന് പൂജകൾ സമർപ്പിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ശ്രീകോവിലിനുള്ളിൽ ദേവി വനദുർഗാഭാവത്തിൽ കുടികൊള്ളുമ്പോൾ തന്നെ ഇവിടെ ഭദ്രകാളിയുടെ മഹാസാന്നിധ്യവുമുണ്ട്. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഭദ്രകാളിക്കായി ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ടെന്നതാണ്. ഉത്സവകാലത്തെ 10 ദിവസത്തേക്കു മാത്രമാണ് ഭദ്രകാളിയുടെ നട ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതും സവിശേഷമായ പൂജകൾ ദേവിക്ക് സമർപ്പിക്കുന്നതും. കാവിനുള്ളിൽ മറ്റൊരു നാഗക്കാവുമുണ്ട്. നാഗദൈവങ്ങൾക്കായി പ്രത്യേക പൂജകളും ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന ഐശ്വര്യദീപ ദുർഗാപൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ദേവീകൃപയാൽ ശാന്തവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ജീവിത സൗഭാഗ്യങ്ങൾ തന്നെയാണ് നേടുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി. മീനമാസത്തിലെ ഉത്രം നാളിൽ നടക്കുന്ന പ്രശസ്തമായ ഉളിയക്കോവിൽ പൊങ്കാലയിൽ ദേശം ജനസാഗരമാകുന്നു. കരയോഗത്തിന്റെ അധീനതയിൽ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ടിവിടെ. അത് തെക്കേക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. 2 ക്ഷേത്രങ്ങളും തമ്മിൽ ഏതാണ്ട് 500 അടിയോളം ദൂരമേയുള്ളൂ. ഇവിടെയും നിത്യപൂജകൾ സമർപ്പിക്കുന്നു. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി ഒരു കരയോഗത്തിന്റെ കീഴിലുള്ള ഭരണ സംവിധാനമാണ് ഉളിയക്കോവിൽ ക്ഷേത്രത്തിലേത്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള
5 കരക്കാർ ചേർന്നാണ് ദേവിയുടെ തിരുവുത്സവം നടത്തിവരുന്നത്. ദേവീവനങ്ങൾക്കു മുകളിലെ ആകാശങ്ങൾ പ്രദോഷ പൂജകൾക്കായി ഒരുങ്ങി. വനദുർഗാദേവിയുടെ ചുറ്റുമുള്ള ഇലകളും പൂക്കളും മരങ്ങളുമൊക്കെ ദേവീസ്തുതികൾ പാടി. ദേവിയുടെ കുഞ്ഞുങ്ങൾ ദേവിക്കായി പൂജാപുഷ്പങ്ങളുമായി എത്തി. ഓരോ കുട്ടികളുടെയും മുഖത്ത് ദുർഗാദേവിയുടെ ചൈതന്യം അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നു. ഓരോ പുഷ്പദളങ്ങളിലും ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനകളാണ്. ഓരോ ദീപങ്ങളും തെളിയുകയായി. ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ മനമേ ദുർഗ. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളായി ശ്രീകോവിലിനുള്ളിൽ ദേവി ഭക്തജനങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങി. മുർപ്പിറപ്പുകളിൽ ശൈവിനയൊഴിയും മോഹ. ഓരോ പ്രാർത്ഥനകളും പരാശക്തിയിലേക്കുള്ള ആത്മപ്രയാണങ്ങൾ തന്നെയാണ്. സർവചരാചരങ്ങളും ദേവീ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന പുണ്യനിമിഷങ്ങൾ. മോഹമുതല്ലരെ പകൈകളും അഴിയും. ശ്രീകോവിൽ തുറക്കുമ്പോൾ സുന്ദരരൂപിണിയായ ദേവിയുടെ മന്ദഹാസത്തിൽ ജനിമൃതികൾ മറന്നുപോയ ഭക്തജനങ്ങൾ ആത്മദളങ്ങൾ മാത്രമായി പരമമായ ചൈതന്യത്തിലേക്ക് ഒഴുകി. ദേവി, നീ എൻ്റെ ആത്മാവിലും മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും നിറഞ്ഞ് വരാൻ പോകുന്ന ജന്മങ്ങളും സഫലമാണ്. അങ്ങനെ ഉളിയക്കോവിൽ ശ്രീ ദുർഗാദേവി ദർശനം പുണ്യമാകി. മുരൻ എന്ന അസുരന്റെ 5 തലകളും അറുത്ത് അവനെ വധിച്ചതിനാലാണ് കൃഷ്ണന് മുരാരി എന്ന പേര് ലഭിച്ചത്. 5 തലകൾ 5 ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് മുരാരിയായ കൃഷ്ണനെ ഭജിച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകും എന്നാണ് ചൊല്ല്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.